90 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പം അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഈ വീടിനിപ്പോൾ വന്നു കഴിഞ്ഞു കേട്ടോ. ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ തറവാട്ടിലാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനപ്പൂപ്പന്മാർ മുതൽ താമസിച്ചിരുന്ന തറവാടാണ് കേട്ടോ. 90 വർഷം പഴക്കമുള്ള ഒരു തറവാടാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള തറവാടുകളൊക്കെ വളരെ ചുരുക്കമാണ് അല്ലേ. എല്ലാം തന്നെ വലിയ വലിയ വീടുകളാക്കി മാറ്റിയിരിക്കുകയാണ്, പൊളിച്ചു കളഞ്ഞു. പക്ഷെ ഞങ്ങൾക്കിത് പൊളിച്ചു കളയാൻ തോന്നിയിട്ടില്ല. ഞങ്ങളാണെങ്കിലേ ഞങ്ങളുടെ ഈ തറവാട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതുപോലെ സൂക്ഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു തറവാട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വീടുകൾ ചുരുക്കമാണ്. കാരണം ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ജനൽ, അതുപോലെ തന്നെ വാതിൽ, ഇതൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലേ. ഒരു വീടുകളിലും ഇപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ മോഡലായിട്ടുള്ള വീടുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ വലതുകാല് വെച്ച് കയറിയിട്ടുള്ള വീടാണ് കേട്ടോ. എനിക്ക് മുന്നേ ഒരു 4-5 പേര് ഈ കുടുംബത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരെയൊന്നും ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് 1-2-3 പേര്, എൻ്റെ അമ്മായിയമ്മ അതുപോലെ എൻ്റെ ചേട്ടത്തി, ആ ഒരു രീതിയിൽ മാത്രമുള്ള ആൾക്കാരെ എനിക്കറിയാവുള്ളൂ. അതിന് മുന്നേ ഉള്ള ആൾക്കാരും ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇവിടെ പഴയ തറവാടെന്ന് പറയുമ്പം ഇത്രയും നല്ല തറവാടുകൾ വളരെ ചുരുക്കമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഒരു 90 വർഷം മുമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ എൻ്റെ കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ ഇവർ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് വീടിൻ്റെ നമ്മുടെ കിണറിലേക്ക് പോകുന്ന ഭാഗം. ഇതാണ് നമ്മുടെ കിണർ. ഒരിക്കലും പറ്റാത്ത നിറയെ വെള്ളമുള്ള കിണറാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കൈ കൊണ്ട് മുക്കി കോരാവുന്ന അത്രയും വെള്ളം ഇതിലുണ്ട്. മഴ പെയ്യുമ്പോഴാണെങ്കിൽ ഇവിടെ നിറയെ ഉറവ വരും കേട്ടോ. ഉറവയെന്ന് പറയുമ്പോൾ ദേ ഈ കാണുന്ന തൊടിയുടെ സൈഡിലായിട്ട് മുഴുവനും ചെറിയ ചെറിയ കൽത്തിട്ടകളാണ്. ഇതിനിടയ്ക്കൂടെ ഇതെല്ലാം കണ്ടോ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടോ, അതുപോലെ നിറയെ വെള്ളം വന്നിട്ട് മുഴുവനും ഇങ്ങനെ വലിയ നല്ല രീതിയിലുള്ള വെള്ളമായിരിക്കും ഇവിടെ. കാലിൻ്റെ ഒപ്പത്തിനെത്തുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് ഒരു ചെറിയ ഒരു തോട് പോലെ ഒഴുകി പോകാനുള്ള ഒരു സ്പേസ് അപ്പുറേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും ഉറവയുള്ള ഒരു സ്ഥലമാണിത്. പിന്നെ ഈ പോകുന്നതില്ലേ, ഇത് തെക്കിനി മുറി എന്നാണ് പറയുന്നത്, തെക്കേ പെര എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ. നല്ല സ്പേസാണ് ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളും വാരിയിട്ടേക്കുവാണ്, അതുകൊണ്ട് അത് തുറക്കാൻ പറ്റുകയില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെ 3 ബാത്റൂമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരപ്രൈസ് എന്നാണ് പറയുന്നത്. ഈ തൂണിരിക്കുന്ന സ്ഥലമാണ് അരപ്രൈസ്. ഇതുപോലെ ടൈലൊന്നും ഇട്ടതല്ലായിരുന്നു കേട്ടോ. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ അത് മാറ്റി ടൈലാക്കിയതാണ്. കാരണം ഈ റെഡ് ഓക്സൈഡ് എന്ന് പറയില്ലേ, അതായിരുന്നു ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ തട്ടുംപുറത്തിൻ്റെ ഒരിതാണ്, തടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ വാതിലും ജനലും അതുപോലെ തട്ടുംപുറത്തിൻ്റെ ഈ മേൽക്കൂരയും ഇതെല്ലാം തടി വെച്ചിട്ടുള്ളതാണ്. പഴയ തടികളാകുമ്പോൾ അത്രയും നല്ല സ്ട്രോങ് ആണ്. ഇതുവരെ അതിനൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല. പക്ഷേ വീടിൻ്റെ നമ്മൾ സിമൻറ്റിൽ ചെയ്തേക്കുന്ന എല്ലാം അത്യാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തടി വെച്ച് ചെയ്യുന്ന എല്ലാം നല്ല ഫില്ലിംഗ് ആയിട്ട് കറക്റ്റായിട്ട് ചിതലെടുത്തൊന്നും പോവാതെ നിൽപ്പുണ്ട്. വീടിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ഒരു വാതിലും ഉണ്ട്, തൊട്ടപ്പുറം ഒരു വാതിലും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു പൂജാമുറി പോലെ ഒരു ചെറിയ സ്പേസ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പൂജാമുറിയിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ വിളക്ക് കൊളുത്തും. ഇവിടെ താമസമില്ലേ പോലും വൈകുന്നേരം വന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ വിളക്ക് കൊളുത്താറുണ്ട്. ഒരു ദൈവിക ചൈതന്യം ഈ മുറിക്കുള്ളിലുണ്ടെന്നാണ് പണ്ട് തൊട്ടേ വിശ്വാസം. കാരണം പീരീഡ്സ് ആയാലും അതുപോലെ നമ്മൾ ഇറച്ചി, മീനോ, മുട്ടയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീടിനൊരു ശുദ്ധതയുണ്ട് പൂർണ്ണമായും. പിന്നെ ഇത് കാണുന്നില്ലേ, ഇത് തട്ടുംപുറത്തേക്ക് കയറുന്ന ഗോവണിപ്പടിയാണ് കേട്ടോ. ഇതിൻ്റെ താഴേക്കായിട്ടാണ് നമ്മൾ വിളക്ക് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊരു റൂമാണേ. ഇത് വാരം എന്ന് പറയും, വാരത്തിനകം എന്ന് പറയും. അത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ, തിരുവനന്തപുരംകാരിയായി ഞാൻ തൊടുപുഴ ഭാഷയിൽ കൂടുതൽ ഇതുപോലെയുള്ള വാക്കുകൾ തന്നെ പഠിച്ചത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് റെഡ് ഓക്സൈഡ്. ഇതാണ് ഈ മുറിയിൽ ഇട്ടേക്കുന്നത്. ഇതൊക്കെ കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങൾ വരുത്തിയതാണ്. പണ്ട് പീരീഡ്സ് ആവുമ്പോൾ സ്ത്രീകൾ ഒരുപാട് കൊച്ചുമക്കളും അതായത് വല്യമ്മമാരെ മക്കൾ, ചെറിയമ്മമാരെ മക്കളൊക്കെ ഉണ്ടായിരുന്നു താമസിച്ചിന്. അപ്പോൾ അവർ ആ ഒരു ഡോറ് കണ്ടോ, ആ ഡോറിൽ കൂടെ കയറിയിട്ട് ഇതിനകത്ത് വന്ന് കിടക്കുമായിരുന്നു. അതുവഴി ഇറങ്ങിപ്പോയി കുളി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെ നോക്കിയിരുന്നാണേ. ഇവിടെ എപ്പോഴും തന്നെ നല്ല കൂളിംഗ് ആണ് കേട്ടോ, തണുപ്പാണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുത്തതേയില്ല. ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അധികം ചൂടൊന്നുമില്ല, കുഞ്ഞിനൊക്കെ ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ഇതൊരു മുറിയാണ്. ഈ മുറിക്കകത്താണ് ഇവിടുത്തെ ചാച്ചനും അമ്മയൊക്കെ കിടന്നുകൊണ്ടിരുന്ന ഒരു വലിയ മുറിയാണ് കേട്ടോ. ഇത് TV ഒക്കെ വെച്ചിരുന്ന ഒരു ഇതാണ്, അലമാരയാണിത്. അവിടെ ഇതുപോലെ മുഴുവനും തടി കൊണ്ടുള്ളത് ചെയ്തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഇത്രയും തണുപ്പ് അനുഭവപ്പെടുന്നത്.
അപ്പോൾ ഇതുപോലെ വലിയൊരു റൂമാണിത്. അപ്പം ഇതിനകത്തുനിന്ന് ഈ പോകുന്ന ഒരു വാതിൽ കണ്ടോ, ആ വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ആ ബാത്റൂമിലേക്ക് പോകാനും അവിടെയാണ് വഴി കേട്ടോ. സീരിയലിലും സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വട്ടം വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നുകൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പണ്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ഷോർട്ട് ഫിലിം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാടും ഇവിടെ തൊടുപുഴ സിനിമ ലൊക്കേഷൻസ് ആണ്. അപ്പം വീടുകൾ ആവശ്യം വരും. ഇതാണ് നമ്മുടെ അടുക്കളയിലേക്ക് പോകുന്ന നടുപ്പര എന്ന് പറയും. ഈ നടുപ്പര ഇരുന്നിട്ട് ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിരുന്നത്. ഇവിടെ ഇരുന്ന് ഈ ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത്. അതും ഒരാൾ മാത്രമല്ല, എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഒരു കൂട്ടുകുടുംബം എങ്ങനെയാണ് അതുപോലെയായിരുന്നു. ഈ നടുപ്പരയുടെ അഴികളുണ്ടായിരുന്നു. അഴികളൊക്കെ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഇത് പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. ഇത് വിറകുപുരയാണ് കേട്ടോ, അപ്പുറേക്കുള്ള വിറകുപുരയാണ്. ഇവിടെ പണ്ട് അരിയാട്ടാനും തുണികളൊക്കെ വിരിച്ചിടാനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഈ വിറകുപുരയോട് ചേർന്ന് തന്നെയാണ് നമ്മൾ അരയ്ക്കുന്ന അരകല്ലുള്ള സ്ഥലമേ. അത് ഞാൻ അപ്പുറേ കൂടെ കാണിച്ചു തരാം. ഇത് നമ്മൾ പറമ്പിലേക്ക് കയറുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും വർഷങ്ങളായില്ലേ, അതുകൊണ്ട് തന്നെ കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഈ മാട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിയേക്കുന്ന സംഭവത്തിന് പറയുന്ന പേര് മാട്ട എന്നാണ് കേട്ടോ. ഇവിടെ ഈ മാട്ടയ്ക്ക് അപ്പുറേക്ക് പോകുമ്പോൾ നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലവും നമ്മുടെ പറമ്പുമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പുറകിലേക്കെല്ലാം അവർ കറക്റ്റായിട്ട് പണ്ടത്തെ കല്ലൊക്കെ കെട്ടി വെച്ചേക്കുന്നതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊട്ടൽ വന്നത് ഇപ്പോൾ ഈ ഇടയ്ക്ക് വലിയ മഴ പെയ്തപ്പോൾ, പ്രത്യേകിച്ച് ആളുതാമസം ഇല്ലാതെ കിടക്കുമ്പോൾ വീടൊക്കെ നമ്മൾ തന്നെ അറിയാണ്ട് തന്നെ ചീത്തയായിക്കൊണ്ടിരിക്കും. അത് എത്ര വൃത്തിയാക്കിയാലും ഈ പഴയ വീട് ഒരു ഫലമില്ലാത്ത പോലെയാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും വല പിടിക്കും അങ്ങനെ. പിന്നെ ഇതാണ് നമ്മുടെ അടുക്കളയിൽ ഗ്യാസൊക്കെ വെച്ചിരുന്ന ഒരു സ്പേസ്. ചെറിയ തട്ടുകളൊക്കെ തേയിലയും പഞ്ചസാരയൊക്കെ വെച്ചിരുന്നാണ് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഒരു അഴിപ്പരയായിരുന്നു. അഴിപ്പര എന്ന് വെച്ചാൽ പഴയ തടി കൊണ്ടുള്ള ഒരു ജനലായിരുന്നു. ഇത് പിന്നീട് വെച്ചത് കൊണ്ടാണ് ഇതിപ്പോൾ മോഡേൺ ടൈപ്പായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് അടുക്കളയിലാണ്. അടുക്കളയൊക്കെ ക്ലീനിങ് നടക്കുന്നതേ ഉള്ളൂ. ഒരു സെക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. കാരണം മാസത്തിൽ ഇത് വൃത്തിയാക്കിയില്ലെങ്കിൽ പണി കിട്ടും. ഇത് കണ്ടോ, പഴയ അടുക്കള ഓടിട്ട പെരയാകുമ്പോഴത്തേക്കും നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഈ പൊടികളും അതിൻ്റെ മേളിൽ നിന്ന് ഓരോ വലയും ഒക്കെ താഴെ ചാടിക്കൊണ്ടിരിക്കും. ഇതാണ് അടുപ്പും തറ കേട്ടോ. അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം കുറച്ച് നാളുകളായിട്ട് കത്തിക്കാതിരുന്ന അതിൻ്റെ മേളിലൊക്കെ പൊടിയായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തു. ഇവിടെ വാഷ് ബേസിനൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ അടുപ്പ് കത്തിക്കുന്ന വീടുകളിൽ നമുക്കറിയാൻ പറ്റും പുകക്കുഴലൊക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ പുകക്കുഴൽ ഇവിടെയും വെച്ചിട്ടുണ്ടേ. റബ്ബർ ഷീറ്റൊക്കെ ഉണങ്ങാനിടും. ഇത് കണ്ടോ, ഈ ജനാല കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് നോക്കി പണ്ടുള്ള ആൾക്കാർ പണികൾ ചെയ്യുമ്പോൾ പണിക്കാരൊക്കെ ഒത്തിരി ഉള്ള വീടായിരുന്നേ. അപ്പം നെല്ലൊക്കെ ഇങ്ങനെ മുറ്റത്ത് നിറച്ചിടുമായിരുന്നു. അപ്പം നെല്ല് പണിക്കാർ വരുമ്പോൾ അവർക്ക് ഒരു 10-50 പേരൊക്കെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അങ്ങനെയൊക്കെ ഇവിടുത്തെ അമ്മമാർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടായ ജനലിൽ കൂടെയൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടോ, പഴയ ഒരു അലമാരിയാണ്. അത് പൂട്ടൊക്കെയുള്ള അലമാരിയായിരുന്നു കേട്ടോ. ഈ സാധനങ്ങളൊക്കെ വെച്ച് ഭരണിയിൽ അച്ചാറൊക്കെ ഇട്ട് അതിനകത്ത് വെച്ച് പൂട്ടി വെക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ. ഇതുപോലുള്ള തടിയിൽ വെച്ചിട്ടുള്ള വാതിലാകുമ്പോൾ 2 വശത്തെയും പാളികളുണ്ടാവും. അതാണ് ഈ പഴയ തറവാടുകളിൽ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇത് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ പറമ്പാണ്, നിറയെ നല്ല വിശാലമായ പറമ്പുണ്ട്. അതിന് ഈ സൈഡിലായിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ലേ നമ്മൾ അരകല്ല് വെച്ചിട്ടുണ്ടെന്ന്, അതാണിവിടെ. അപ്പോൾ അരകല്ല് നമ്മൾ പണ്ടുള്ള ആൾക്കാർ മാത്രമല്ല ഇപ്പോഴും നമുക്ക് അരയ്ക്കാൻ വീട്ടിൽ എനിക്ക് അരകല്ലില്ല. അപ്പോൾ ഞാൻ ഓടി വന്ന് ഇവിടെ വന്ന് അരച്ചിട്ട് പോകാറുണ്ട്. എൻ്റെ വീട് അതിന് മേളിൽ കാണുന്നതാണ്. പണ്ടുള്ള ആൾക്കാരെല്ലാവരും കൃഷി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഈ പറമ്പ് നിറയെ ഓരോ സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചും ഇതുപോലെ അവർക്ക് എളുപ്പത്തിന് കയറി പോകാൻ വേണ്ടി ഇതുപോലെ കൽത്തിട്ടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പണി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മുറ്റം നിറയെ വെള്ളമായിരിക്കും കേട്ടോ. എൻ്റെ മോള് കുഞ്ഞായിരുന്ന സമയത്ത് മുറ്റത്ത് നിന്ന് അവൾ അകത്തേക്ക് കയറാൻ മടിയായിരുന്നു. കാരണം ഇവിടെ കളിക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം. എൻ്റെ ഇവിടുത്തെ അമ്മയൊക്കെ ആണെങ്കിൽ തുണി അലക്കാൻ വേണ്ടി ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് നിറയെ ഈ കുളം പോലെ വെള്ളം ഉണ്ടാവും. അതിനകത്തുനിന്ന് തുണി അലക്കി വരെ എടുക്കുവാൻ അവർ ഉപയോഗിച്ചിരുന്നു പണ്ട്, അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ ഷീറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നീട് എപ്പോഴോ ആണ് ഷീറ്റൊക്കെ ഇട്ടത്. കാരണം വണ്ടി ഇടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്പേസിന് വേണ്ടി അവർ ഷീറ്റ് ഇട്ടാണ്. പക്ഷേ ഷീറ്റ് ഇട്ടപ്പോൾ ആ വീടിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി പോയി എന്ന് വേണമെങ്കിൽ പറയാം.
അത് കാണാൻ നമുക്ക് പറ്റാത്ത ഒരു രീതി പുറമേ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ ഇനി ആ ഷീറ്റൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉറവ, ആ ഉറവയിൽ നിന്ന് വെള്ളം പോകും, നല്ല വെള്ളം കേട്ടോ ഇത്. ഈ വെള്ളം നേരെ ചെന്ന് അപ്പുറേ ഒരു മാട്ടയുണ്ട്, അതിന് പുറത്തേക്കാണ് വീഴുന്നത്. അവിടെ നിറച്ച് വെള്ളം ഇങ്ങനെ തോട് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇപ്പറേ കറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ ഒരാൾ വന്നിരിക്കുമോ, ഒരു പേടിയില്ല കേട്ടോ. ഞാൻ പോവാൻ പറഞ്ഞിട്ട് പോലും അവൻ പോവാതെ അവിടെ തന്നെ എന്നെ നോക്കി ക്യാമറയ്ക്ക് പോസ് ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നേ. നോക്കി, അവന് നല്ല ഭംഗിയുള്ള വാലല്ലേന്ന്. അങ്ങനെ ഒന്ന് പേടിപ്പിച്ചപ്പോഴേക്കും ആള് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് വീടിന്റെ അകത്തെ വിശേഷങ്ങൾ കേട്ടോ. ഈ ബാത്റൂം 3 സെക്ഷനാക്കി വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടുള്ളവര് ഈ പ്രായമായ വ്യക്തികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് തന്നെ 3 ബാത്റൂമായിട്ട് ഈ വാഷിംഗ് മെഷീൻ അപ്പുറേക്ക് തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട് നമുക്ക് വയലുണ്ടായിരുന്നു കേട്ടോ, നിറച്ച് നെൽകൃഷി ഉണ്ടായിരുന്നു. അപ്പം നെല്ല് കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് വെതറി ഇടുമായിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. കാലത്താണെങ്കിൽ നെല്ല് പോയിട്ട് വയൽ പോലും ഒരു സ്ഥലത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല അല്ലേ. ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാം കേട്ടോ. അവിടെ നിറയെ പറമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ അതുകൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മുടെ എല്ലാം കാരണവന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ ഓരോ കെട്ടിടം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതല്ലേ. പക്ഷേ നമ്മൾ എന്താ ചെയ്യണേ, കുറേ കാലങ്ങൾ കഴിയുമ്പോഴേക്കും അവർ ചെയ്ത ആ കഷ്ടപ്പാടിന് ഒരു വാല്യൂവും കാണാതെ അതിനെ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വേറെ വീട് പണിയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മോഡിഫൈ ചെയ്ത് എടുക്കാനായിട്ടായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് അതിന് സാധിക്കാതെ നമ്മൾ ഇപ്പോഴത്തെ മോഡലിനൊരു വീട് ചെയ്തെടുക്കാൻ അതിൽ നോക്കും. അപ്പോൾ ഈ ഒരു വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രത്തോളം കാലമായി എന്ന് ഒരാളെ കാണിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഈ ഭാഗത്തൊന്നും ഇങ്ങനൊരു വീടില്ല, അതാണ് സത്യം. ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു പശുത്തൊഴുത്തുണ്ടായിരുന്നതാണ് കേട്ടോ. പശുക്കളുണ്ടായിരുന്നു, തൊഴുത്തും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു ആ ഭാഗം, ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിൽ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് പിന്നീട് അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അവിടെയെല്ലാം കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയ വാഴ കൃഷിയും അതുപോലെ തന്നെ മറ്റ് പല കൃഷികളും ഉണ്ട് കേട്ടോ. ചേന, ചേമ്പ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ ഒരു പണി ചെയ്യാൻ വേണ്ടി തടിയൊക്കെ നിരത്തി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെയും ഒരു ചെറിയ വിറക് പെര പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ തെക്കിനി മുറിയുടെ ബാക്ക് സൈഡാണ്. ഈ 90 വർഷം പഴക്കമുള്ള ഈ വീടിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കേട്ടോ ഇതൊക്കെ. നമ്മളങ്ങനെ പിൽക്കാലത്ത് ജീവിച്ചിരുന്ന ഒരുപാട് ആൾക്കാരും ഇന്ന് അവരുടെ ഒരു സാമീപ്യം ഈ ഒരു വീടിനുള്ളിലുണ്ട്. പുരാതനമായ ഒരുപാട് വസ്തുക്കൾ ഈ വീട്ടിലുണ്ട് കേട്ടോ. പണ്ടത്തെ ഈ വെങ്കലങ്ങൾ, അതുപോലെ തന്നെ പത്തായപ്പുരയിൽ പത്തായം വെക്കുന്ന വലിയ പത്തായമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നമുക്കിതൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.